Watch full episodes on Jio Hotstar. ഹലോ മോട്ടു പത്ലു, നിങ്ങൾ എന്ത് ധരിച്ചു ഞങ്ങൾ ഇത്രയും പെട്ടെന്ന് നിങ്ങളുടെ ട്രാപ്പിൽ വീഴുമെന്നോ? ഞാൻ നിങ്ങളെ കുറിച്ച് ഒരുപാട് അന്വേഷിച്ചറിഞ്ഞു. എനിക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ അത്ര പെട്ടെന്നൊന്നും തോൽവി സമ്മതിച്ചു തരില്ല. അതുകൊണ്ട് പോകൂ. എന്തിനാ ഞങ്ങളുടെ പുറകെ കൂടിയിരിക്കുന്നത്? മിസ്റ്റർ മാർഷൽ, ഞങ്ങളുടെ ചെറിയൊരു ആഗ്രഹമല്ലേ? ഞങ്ങൾ അറിയാൻ ശ്രമിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കുട്ടികൾക്ക് ഇത്രയും സോളിഡ് ബോഡി ട്രെയിനിങ് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് ഒരു പ്രാവശ്യം ഞങ്ങൾ അറിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി, നിങ്ങൾക്ക് നിങ്ങളുടെ വഴി. പ്ലീസ്. പിന്നെയും അതേ ആവശ്യമോ? വീണ്ടും അത് തന്നെയാണോ പറയുന്നത്? എല്ലാം യഥാസമയത്ത് മാത്രമേ കിട്ടുകയുള്ളൂ. സമയം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും അതിന്റെ കാര്യമൊക്കെ പറഞ്ഞു തരാം. ഇവിടെ നിന്നും ഓടിപ്പോകാനായി നിങ്ങൾക്ക് അവസാനമായി ഒരു അവസരം തരാം. ഇനിയും ഒരിക്കൽ കൂടി നിങ്ങൾ ഇവിടെ കണ്ടുമുട്ടിയാൽ അത് നിങ്ങളുടെ അവസാനമാണെന്ന് കരുതിക്കോ. മിസ്റ്റർ മാർഷൽ പറഞ്ഞിരുന്നു സമയമാകുമ്പോൾ നിങ്ങളെല്ലാം മനസ്സിലാക്കുമെന്ന്. അങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഏത് സമയത്തിനെ കുറിച്ചാ പറഞ്ഞത്? അദ്ദേഹം എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് നമ്മളെല്ലാം മനസ്സിലാക്കുവാനായി? പൊളിച്ചെടുത്തല്ലോ. എനിക്ക് തോന്നുന്നു അയാള് പറഞ്ഞത് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ ഇനി ഒരുപാട് സമയമുണ്ടെന്നാണ്. അല്ലെങ്കിൽ പിന്നെ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ലാന്നേ. നമ്മൾ ഇവിടുന്ന് ഓടില്ല, അതൊരിക്കലും സംഭവിക്കില്ല. നമ്മൾ അറിഞ്ഞിട്ടേ പോകുന്നുള്ളൂ അവരെന്താണ് പ്ലാൻ ചെയ്യുന്നതെന്ന്, എന്ത് കാര്യമാണ് അയാൾ പറയുന്നതെന്ന്. നമ്മൾ ഇവിടുന്ന് ഓടില്ല. എന്റെ ചങ്ക്, എന്റെ ബ്രോ കസിട്ട്, അവരെ നോർമൽ ആയിട്ടുള്ള പിള്ളേരൊന്നും അല്ല. അവരിൽ എന്തോ ദുരൂഹതയുണ്ട്. അതെന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നാളെ നമ്മൾ എല്ലാ റോബോട്ടുകളെയും ആക്ടിവേറ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് റോബോ കിഡ്സിന്റെ ഒരു സൈന്യം വാർത്തെടുക്കാം. പിന്നീട് ഇവരുടെ സഹായത്തോടുകൂടി ലോകത്തിലെ എല്ലാ ബാങ്കുകളെയും നമുക്ക് കൊള്ളയടിക്കാം. അങ്ങനെ കോടീശ്വരന്മാരാകാം. ആയിരക്കണക്കിന് റോബോ കിഡ്സിന്റെ സൈന്യം ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഈ സൈന്യം ഉപയോഗിച്ച ഈ രാജ്യത്തെ തന്നെ കീഴടക്കാം. ഈ രാജ്യം നമ്മുടേതായി മാറും. അതെ, നമ്മുടെ മാത്രം രാജ്യം. ഈ രാജ്യത്ത് റോബോട്ട് കിഡ്സ് സൈന്യം, റോബോട്ട് കിഡ്സ് പോലീസ്, റോബോട്ട് കിഡ്സ് എയർഫോഴ്സ് കൺട്രോൾ ചെയ്യും. അവരെ മുഴുവനും നമ്മൾ കൺട്രോൾ ചെയ്യും. പെർഫെക്റ്റ് പ്ലാൻ. അങ്ങനെ കുറച്ചു നാൾ കൊണ്ട് നമ്മൾ മാത്രമായി ഈ രാജ്യം ഭരിക്കും. അതിനുശേഷം മറ്റു രാജ്യങ്ങളെയും നമ്മൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തും. പക്ഷെ ഇപ്പോഴും നമുക്ക് തടസ്സമായി നിൽക്കുന്നത് ആ മോട്ടുവും പത്തലുമാണ്. അവരെ എന്തു ചെയ്യും? അവരിവിടുന്ന് പോയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ തോൽവി സമ്മതിക്കുന്ന ആളുകളല്ല അവർ. യു ആർ റൈറ്റ്. വരൂ, ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. ഹലോ സെക്യൂരിറ്റി, മോട്ടു പത്തലുവിന്റെ വിവരം വല്ലതുമുണ്ടോ? അതൊക്കെ ചോദിക്കേണ്ട കാര്യമുണ്ട് സാറേ. കിഡ്സ് കോമ്പറ്റീഷൻ കഴിഞ്ഞ് അവരുടെ ഓട്ടം കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, സാറാണെങ്കിലും ചിരിച്ച് മണ്ണ് തപ്പി പോകും എന്റെ സാറേ. ഞാൻ അവരെ നഗരം മുഴുവനും നോക്കിയതാ സാറേ, പക്ഷെ പൊടി പോലും കിട്ടിയില്ല. എനിക്ക് തോന്നുന്നു അവര് എലിയെ പോലെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുമായിരിക്കുമെന്നാ. എലികളെ പോലെയോ? എലികളെ തുരത്തി ഓടിക്കാൻ വെണ്ണയുടെ ആവശ്യമുണ്ട്. ചീസോ? ആജ്ഞാപിച്ചാലും സാറേ. എന്റെ കടയിൽ ഒരുപാട് ചീസ് ഉണ്ട് സാറേ. സാറിന് ഇഷ്ടപ്പെട്ട ചീസ് ഏതാണെന്ന് പറഞ്ഞ ഞാൻ തന്നെ പ്ലാൻ ചെയ്തോളാം എങ്ങനെ ഈ എലികളെ തുരത്തണമെന്ന്. കിട്ടിപ്പോയി, കിട്ടിപ്പോയി. ഹിൽ ടോപ്പ് സിറ്റിക്ക് മുകളിലേക്ക് പോകുവാനുള്ള വഴി നമുക്ക് കിട്ടിപ്പോയി. ആ പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത് ബാസ്കറ്റ് ബോൾ കോമ്പറ്റീഷനിൽ ജയിക്കുന്നവർക്ക് ഹെലികോപ്റ്റർ കിട്ടുമെന്നാണ്. നമ്മൾ ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയും ചെയ്യും, എന്നിട്ട് ജയിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ പ്രോബ്ലം സോൾവ് ആവും. ഹെലികോപ്റ്റർ. എന്റെ മോട്ടു, എലി എവിടെയാണോ ഉള്ളത് അവിടെ എന്തായാലും പാമ്പുണ്ടാവും. എനിക്ക് തോന്നുന്നത് ടൈക്കാണ്ടോ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വരികയും ചെയ്യും. നമ്മളെല്ലാവരും എലിയെ പോലെ അവരുടെ വായിൽ ചെന്ന് പെടുകയും ചെയ്യും. എന്റെ പത്തിലു, നീ എന്തിനാ വെറുതെ കിടന്നിങ്ങനെ പേടിക്കുന്നത്? ആ പോസ്റ്ററിലോട്ടൊന്ന് നോക്കൂ. ആ ഫോട്ടോയിൽ ആ പിള്ളേരൊന്നും അല്ല, ഇത് വേറെമാരാണ്. ഇതിന്ന് മനസ്സിലായിക്കൂടെ തായ്ക്കോണ്ടോ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നില്ലെന്ന്? അല്ലെങ്കിൽ അവരെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ലല്ലോ, അല്ലേ? ശരിയല്ലേ? എന്റെ അമ്മോ, ഐ അഗ്രി വിത്ത് യു മോട്ടോ. അഗ്രി 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 അഗ്രി. ഒരു തവണ ഹെലികോപ്റ്റർ കിട്ടിക്കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ നമുക്ക് എല്ലാവർക്കും ഹിൽ ടോപ്പ് സിറ്റിയിലേക്ക് എത്താൻ സാധിക്കും. ഓക്കെ ഓക്കെ ഓക്കെ, നിങ്ങളെല്ലാം ഇപ്പൊ റെഡിയാണെങ്കിൽ നമുക്ക് കളിച്ചേക്കാം ബാസ്കറ്റ് ബോള്. ഡോക്ടർ ജഡ്ക, വണ്ടി നേരെ വിട്ടേക്ക് കോർട്ടിനടുത്തേക്ക്.
എന്റെ പത്തലു, ഈ പിള്ളേരടുത്ത് കളിക്കാതെ തന്നെ നമുക്ക് ജയിക്കാംന്നേ. നീ കണ്ടോ? എന്റെ മോട്ടോ, നമ്മൾ കാണുന്നതൊന്നും ആവില്ല നടക്കുന്നത്. നടക്കാൻ പോകുന്നതൊന്നും കാണാനും പറ്റില്ല. നിൽക്ക്, കുറച്ച് സമയം കാത്തിരിക്കാം. ഇല്ല പത്തലു, വെയിറ്റ് ചെയ്യാനൊന്നും ഇനി സമയമില്ല. ഒരു മിനിറ്റ്. ഹലോ സാറേ, ഞങ്ങൾ കളിക്കുന്നുണ്ട്. പക്ഷെ ജയിച്ചു കഴിഞ്ഞാൽ ഹെലികോപ്റ്റർ തരുന്നത് സത്യമാണല്ലോ. അതിനിപ്പോ ഈ ഫോമിലേക്ക് സൈനിട്ടേക്ക്. പ്രിയ സുഹൃത്തുക്കളെ, ബോട്ടുവും പത്തലവും ഈ മാച്ചിന്റെ ഫൈനലിൽ കയറിയ കിഡ്സുമായിട്ട് മത്സരിക്കാൻ പോവുകയാണ്. Let's start. എന്റെ അമ്മോ, ആദ്യം ഇത് പറഞ്ഞേ, ഹെലികോപ്റ്റർ എവിടെയാണ് ഉള്ളത്? ടെറ 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 ഹെലികോപ്റ്റർ. യാ, അവരെത്തി. പൊളിച്ചെടുത്തല്ലോ. ആ വാനരന്മാരാണോ മത്സരത്തിൽ പങ്കൊള്ളാൻ നിങ്ങളുടെ കൂടെ ഫൈനൽ കളിക്കാൻ പോകുന്ന കുട്ടികൾ എന്ന് പറഞ്ഞത് ഇവരാ. എന്റെ രോഗികളാണ് സത്യം. ഇത് ചതിയാണ്. നമുക്ക് വേറെ ആരെങ്കിലും കൂടെ കളിച്ചാൽ മതി, ഇവരുടെ കൂടെ കളിക്കണ്ട. സാറേ, ഈ കുട്ടികളൊക്കെ ട്രെയിനീസ് ആണ്. ട്രെയിനിങ് എടുത്തോണ്ടിരിക്കുന്നേ ഉള്ളൂ. മിസ്റ്റർ മാർഷൽ സാറേ, താങ്കൾ പറഞ്ഞ ഐഡിയ പോലെ തന്നെ എല്ലാം സംഭവിച്ചു. സെക്യൂരിറ്റി ഒന്നും വിട്ടാതിരിക്കെ. മോട്ടു പത്ലു, നിങ്ങളെ വീണ്ടും കണ്ടുമുട്ടിയതിൽ സന്തോഷമുണ്ട്. ലെറ്റ്സ് സ്റ്റാർട്ട് ദ മാച്ച്. ഇല്ല, ഞങ്ങൾ കളിക്കില്ല. ഞങ്ങൾക്ക് കളിക്കണ്ട. ഓഹോ മോട്ടു പത്ലു, എന്താ ഇത്ര ധൃതി? നിങ്ങൾക്ക് ഓർമ്മയില്ലേ ആ കരാറിൽ ഒപ്പിട്ടത്? കളി കഴിയുന്നത് വരെ നിങ്ങൾക്ക് പുറത്തു പോകാൻ അവകാശമില്ല. അതുകൊണ്ട് കളിച്ചേ പറ്റൂ, മറ്റു മാർഗമില്ല. അല്ലെങ്കിൽ ഇവിടെ വെച്ച് തന്നെ വക വരുത്തും ഞാൻ. എന്റെ അമ്മോ, അല്ലെങ്കിൽ മത്സരം കഴിയാതെ ഞങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ. അങ്ങനെ അവസാനിക്കുകയാണെങ്കിൽ നമുക്ക് കളിച്ചു തന്നെ അവസാനിപ്പിക്കാം. ലെറ്റ്സ് പ്ലേ. റെഡി? മമ്മി. യെസ്. എന്റെ അമ്മോ, എന്തിനാ തല്ലിയത്? നിങ്ങൾ ഇവിടെ കളിക്കാനല്ലേ വന്നിരിക്കുന്നത്? നിങ്ങൾ സൈൻ ചെയ്ത് തന്നിട്ടുള്ള ആ ഫോമിൽ തല്ലുകൊണ്ടാൽ പരാതിപ്പെടാൻ അവകാശമില്ല. നിങ്ങൾക്കും തിരിച്ചു തല്ലാം. അല്ല, ഈ ചെറിയ ചെറിയ കുട്ടികൾ ഞങ്ങളെ എങ്ങനെ അടിക്കുന്നത്? വാ മോട്ടു, നമുക്ക് കളി തുടങ്ങാം. വാ. മമ്മി. Yes. Yes. പത്തലു, വെറുമായിട്ടില്ല എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? എന്തെങ്കിലും ഒന്ന് ആലോചിക്കൂ, വേഗം ചെയ്യൂ. ഐഡിയ. നമുക്ക് അവരെ അടിക്കാൻ പറ്റില്ല, പക്ഷെ നമ്മൾ മാർഷൽ ആർട്സിന്റെ ട്രെയിനിങ് ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ. നമുക്ക് രണ്ടുപേർക്കും നമ്മുടെ ബുദ്ധിയും സ്പീഡും ഉപയോഗിച്ച് അവരെ തോൽപ്പിക്കാൻ പറ്റും. കേൾക്ക്.
ലാസ്റ്റ് പോയിന്റ് 5 സെക്കൻഡ് ബാക്കിയുണ്ട്. ലാസ്റ്റ് പോയിന്റ് 5 സെക്കൻഡ്സ്. ഓക്കെ, കം ഓൺ, സ്റ്റാർട്ട്. ചിങ്കം സാറേ, ഇപ്പൊ പണി തുടങ്ങിക്കോ. ഇതെങ്ങനെ സംഭവിച്ചു? നമ്മൾ ജയിച്ചിരിക്കുന്നു. താങ്ക് യു കൂട്ടുകാരെ, താങ്ക് യു. ഇനി തന്നോളൂ, ഞങ്ങളുടെ ഹെലികോപ്റ്റർ ഞങ്ങൾക്ക് തരൂ. ഇത് മറ്റടുത്ത ചീറ്റിംഗ് ആയി പോയല്ലോ. നീ എന്താ വിചാരിച്ചത്? ഞങ്ങൾക്ക് മേളിലേക്ക് വരാൻ പറ്റില്ലെന്നോ? ഞങ്ങൾ വരാൻ പോകുന്നേ ഉള്ളൂ. ഡോക്ടർ ജഡ്ക, ഇപ്പൊ സമയവും സന്ദർഭം എല്ലാം ശരിയായി വന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ കാണിക്കേ നിങ്ങളുടെ സീക്രട്ട് ക്യാമറയുടെ വിദ്യ. ഇപ്പൊ കാണിച്ചു തരാ. മോട്ടു എന്റെ ചങ്കെ, പത്തിലോ എന്നോട് ആ മാച്ച് മുഴുവൻ സീക്രട്ടായി റെക്കോർഡ് ചെയ്യാനുള്ള ഐഡിയ പറഞ്ഞു തന്നത്. അപ്പൊ ഞാൻ എക്സ്റേ വിഷൻ ഷൂട്ടിംഗ് അങ്ങ് ചെയ്തു. ഇതാ കണ്ടില്ലേ? വലിയേട്ടാ, ഈ 3 പിള്ളേരുടെയും അകത്ത് നിന്നും ടിങ് 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 എന്താ ഒരു ലൈറ്റ് വന്നോണ്ടിരിക്കുന്നത്? നോക്കൂ. എന്റെ അത്തിപ്പാറ അമ്മച്ചിയെ, ഞാൻ ചിന്തിച്ചതുപോലെ തന്നെ നടന്നു. ഇവര് 3 പേരും മനുഷ്യക്കുട്ടികളല്ല, ഇവര് 3 റോബോട്ടുകളാ ചങ്കുകള്. എന്റെ അമ്മോ, the name is ചിങ്കം. ഈ ഇൻസ്പെക്ടർ ചിങ്കം ആ 3 റോബോട്ട് കിഡ്സിനെ വെറുതെ വിടുന്ന പ്രശ്നമേ ഇല്ല. എങ്ങനെയുണ്ട്? അല്ല ചങ്ക, എന്റെ ക്യാമറ എവിടെ പോയി? ഓ ചിങ്കം സാറേ, നിങ്ങൾ എന്തായി കാണിച്ചത്? ഒരുപാട് വിലയുള്ള എന്റെ എക്സ്റേ വിഷൻ ക്യാമറയാ നിങ്ങൾ തകർത്ത് കളഞ്ഞത്. ചിങ്കം സാറേ, ഇനി ഒരു പ്രാവശ്യം നിങ്ങൾ ഫയർ ചെയ്താലുണ്ടല്ലോ, ഞങ്ങൾ എല്ലാവരും നിങ്ങളെ വെച്ചേക്കില്ല. എന്റെ അമ്മോ, സോറി സോറി സോറി. എന്റെ അകത്തുള്ള ആവശ്യത്തിന്റെ സമുദ്രം അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ. അതിനെ തടയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചിങ്കം സാർ, ആ സമുദ്രത്തിനോട് പറയൂ കുറച്ചു നേരത്തേക്ക് അടങ്ങിയിരിക്കാൻ. കാരണം ഞാൻ ആ 3 തകരപ്പാട്ടുകളെയും വെറുതെ വിടാൻ പോകുന്നില്ല. കണ്ടപ്പോ പാവം പിള്ളേരല്ലെന്ന് ഓർത്തിട്ടല്ലേ ഞാൻ ഇതുവരെ അവന്മാരുടെ ദേഹത്ത് കൈവയ്ക്കാതിരുന്നത്. ഇനി എന്റെ ഈ 2 കൈകൾ മാത്രമല്ല, കാലും കൂടി പ്രവർത്തിക്കും. മോട്ടോ മോട്ടോ, ചിങ്കം സാറേ, നിങ്ങളും ഓവർ കോൺഫിഡൻസ് തോൽവിയിലേക്കുള്ള വഴിയാണ്. മോട്ടു, നീ ആ റോബോട്ട് കിഡ്സുമായിട്ട് ഫൈറ്റ് ചെയ്യണം. പക്ഷേ നീ അവരെ ആദ്യം നേരിടാൻ എല്ലാ രീതിയിലും പ്രാപ്തരായിരിക്കണം. ഓയ് മോട്ടു എന്റെ ചങ്ക്, ഞാനൊരു ഐഡിയ പറയട്ടെ. ഞാൻ നിങ്ങൾക്ക് 2 പേർക്കും വേണ്ടി ഒരു റോബോട്ടിനെ ഉണ്ടാക്കാം. നിങ്ങൾ അതിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കളികളും മനസ്സിലാക്കാൻ പറ്റും ചങ്ക്. Watch India's largest kids library only on Jio Hotstar. Download the app now.